ബിസിനസ് സ്റ്റഡീസിൻ്റെ 20ാമത്തെ ചാപ്റ്ററായ മാർക്കറ്റിംഗ് മിക്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മാർക്കറ്റിംഗ് മിക്സ് വിപണന മിശ്രിതം എന്നാണ് ഉദ്ദേശിക്കുക. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ, മാർക്കറ്റിംഗ് മിക്സ് ഇസ് ദി സെറ്റ് ഓഫ് കൺട്രോളബിൾ വേരിയബിൾസ് ദാറ്റ് ദി ഫേം ക്യാൻ യൂസ് ടു ഇൻഫ്ലുവൻസ് ദി ബയേഴ്സ് റെസ്പോൺസ്. അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലറുടെ അഭിപ്രായത്തിൽ മാർക്കറ്റിംഗ് മിക്സ് ഇസ് ദി സെറ്റ് ഓഫ് കൺട്രോളബിൾ വേരിയബിൾസ്, അതായത് നിയന്ത്രിക്കാൻ പറ്റുന്ന വേരിയബിൾസ് ദാറ്റ് ദി ഫേം ക്യാൻ യൂസ് ടു ഇൻഫ്ലുവൻസ് ദി ബയേഴ്സ് റെസ്പോൺസ്. There are 4 P's are called as elements of marketing. മാർക്കറ്റിംഗിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ 4 P's, അതായത് പ്രൊഡക്ട്സ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഉൽപ്പന്നം, വില, സ്ഥലം, അതായത് ഡിസ്ട്രിബ്യൂഷൻ, വിതരണവുമായി ബന്ധപ്പെടുന്നു, നെക്സ്റ്റ് പ്രൊമോഷൻ. ഇങ്ങനെ 4 ആണ് 4 P's എന്ന മാർക്കറ്റിംഗ് മിക്സിൽ അറിയപ്പെടുക. നെക്സ്റ്റ് മാർക്കറ്റിംഗ് മിക്സ് എ ബേർഡ്സ് ഐ വ്യൂ. മാർക്കറ്റിംഗ് മിക്സിനെ ഒരു ബേർഡ്സ് ഐ വ്യൂയിൽ ഒരു ടാർഗറ്റ് കസ്റ്റമറിൻ്റെ ടാർഗറ്റായിട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ്, ദെൻ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ദെൻ പ്രൊമോഷൻ, ദെൻ പ്ലേസ്, ഡിസ്ട്രിബ്യൂഷൻ. വൺ ബൈ വൺ. ഫസ്റ്റ് വൺ, പ്രൊഡക്റ്റ്. വാട്ട് ഈസ് പ്രൊഡക്റ്റ്? പ്രൊഡക്റ്റ് റെഫേഴ്സ് ടു ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ബൈ ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനം ഓഫർ ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളെയും മൊത്തത്തിൽ വിളിക്കുന്നതാണ് പറയുക പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് റെഫേഴ്സ് ടു ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫേർഡ് ബൈ ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, 4 P's. സെക്കൻഡ് വൺ, പ്രൈസ്. പ്രൈസ് ഇസ് ദി എമൗണ്ട് ചാർജ്ഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിന് മൊത്തം ചാർജ്, അതായത് മൊത്തത്തിൽ എത്രയാണോ വരിക അതിന് പറയുന്ന ഒരു സർവീസിന് മൊത്തത്തിൽ ടോട്ടൽ വരുന്നതാണ് പ്രൈസ്. പ്രൈസ് ഇസ് ദി എമൗണ്ട് ചാർജ്ഡ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഉൽപ്പന്നത്തിനോ സേവനത്തിനോ മൊത്തത്തിൽ ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട്, ഇതിനാണ് പ്രൈസ് എന്ന് പറയുക. 3, പ്ലേസ്. പ്രൊഡക്റ്റ് മസ്റ്റ് ബി അവൈലബിൾ ടു ദി കൺസ്യൂമേഴ്സ് അറ്റ് എ പ്ലേസ് വെയർ ദേ ക്യാൻ കൺവീനിയൻ്റ്ലി മേക്ക് പർച്ചേസ്. പ്രൊഡക്ട്സ് കൺസ്യൂമർക്ക് അവർക്ക് അനുയോജ്യമായ സ്ഥലത്ത് ലഭ്യമാക്കത്തക്ക തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതാണ് പ്ലേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. നെക്സ്റ്റ് 4th വൺ, പ്രൊമോഷൻ. പ്രൊമോഷൻ റെഫേഴ്സ് ടു എ പ്രോസസ് ഓഫ് ഇൻഫോമിംഗ്, പെർsuading ആൻഡ് ഇൻഫ്ലുവൻസിങ് എ കൺസ്യൂമർ ടു മേക്ക് ചോയ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് ടു ബി ബോട്ട്. ഏത് ഉൽപ്പന്നമാണോ വാങ്ങേണ്ടത് അതിനുള്ള ചോയ്സ് ആണ് പ്രൊമോഷനിൽ ഉൾപ്പെടുക. പ്രൊമോഷനിൽ പ്രോസസ് ഓഫ് ഇൻഫോമിംഗ്, പെർsuading ആൻഡ് ഇൻഫ്ലുവൻസിങ് എ കൺസ്യൂമർ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൊമോഷൻ അടങ്ങിയിരിക്കുക. About promotion, in process of informing, persuading and influencing a consumer. Next, product classification. Productine based on uses അടിസ്ഥാനത്തിലും ഡ്യൂറബിലിറ്റിയുടെ അടിസ്ഥാനം, ടാൻജിബിലിറ്റിയുടെ അടിസ്ഥാനം, അങ്ങനെ 3 ആയിട്ട് പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ബേസ്ഡ് ഓൺ യൂസ്, കൺസ്യൂമർ ഗുഡ്സ്, അതായത് യൂസസിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും രണ്ടായിട്ട് പ്രൊഡക്റ്റിനെ, ഉൽപ്പന്നത്തെ രണ്ടായി തരംതിരിക്കാം. ഫസ്റ്റ് വൺ, കൺസ്യൂമർ ഗുഡ്സ്, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്ന് പറയും. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് എക്സെട്ര ഇൻക്ലൂഡിങ് ഇൻ കൺസ്യൂമർ ഗുഡ്സ്. ബട്ട് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വ്യാവസായിക ഉൽപ്പന്നങ്ങളിൽ അടങ്ങിയിരിക്കുക, വ്യവസായപരമായ ഉൽപ്പന്നങ്ങളാണ് വരിക. നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി, അതായത് ഗുഡ്സിൻ്റെ ഡ്യൂറബിൾ, എത്ര വാലിഡിറ്റി, എത്ര കാലത്തേക്ക് നിലനിൽക്കുന്നു എന്നനുസരിച്ച്, ഡ്യൂറബിലിറ്റിയുടെ അനുസരിച്ച് ഉൽപ്പന്നത്തെ രണ്ടായി തിരിക്കുന്നു. ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതും ഒരു ടെമ്പററി അല്ലെ പെർമനന്റ് ബേസിൽ. നെക്സ്റ്റ് ടാൻജിബിലിറ്റി, ടാൻജിബിൾ ഗുഡ്സ് ആൻഡ് ഇൻടാൻജിബിൾ ഗുഡ്സ്. ഇൻടാൻജിബിൾ ഗുഡ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുക സർവീസ് ആണ്. ക്ലാസ് പ്രൊഡക്റ്റ് ബേസിൽ 3 ആയിട്ട് തിരിക്കുന്നു. ബേസ്ഡ് ഓൺ യൂസ്, ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ tangibility. That we can see there on chart. Products based on use, consumer goods and industrial goods. Again consumer goods divided into 3: convenience goods, shopping goods, specialty goods. In industrial goods, raw materials, അസംസ്കൃത വസ്തുക്കൾ, machinery, components, operating supplies, etc. ഡ്യൂറബിലിറ്റിയുടെ ബേസ്, അതായത് ടെമ്പററി ഓർ പെർമനന്റ്, ഡ്യൂറബിൾ ഗുഡ്സ് ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ബേസ്ഡ് ഓൺ ടാൻജിബിലിറ്റി, ടാൻജിബിലിറ്റിയുടെ അതായത് സർവീസസ് അല്ലെങ്കിൽ നോൺ സർവീസ്, ടാൻജിബിൾ ഗുഡ്സ് ഓർ നോൺ ടാൻജിബിൾ. നെക്സ്റ്റ് കോമ്പണൻസ് ഓഫ് പ്രൊഡക്ട്സ് മിക്സ്. പ്രൊഡക്ട്സ് മിശ്രിതത്തിൻ്റെ ഘടകങ്ങൾ. ഫസ്റ്റ് വൺ, ബ്രാൻഡിങ്. നെക്സ്റ്റ് പാക്കേജിങ്, ലേബലിംഗ്, എക്സ്ട്രാ. ഫസ്റ്റ് വൺ, ബ്രാൻഡിങ്. വാട്ട് ഈസ് ബ്രാൻഡിങ്? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് യൂസിങ് എ നെയിം, സൈൻ, സിംബൽ ഓർ ഡിസൈൻ ടു എ പ്രൊഡക്റ്റ്. A brand is an identification of a product. Next,
Packaging. It is the act of designing and producing appropriate container or cover for the product. Next, level of packing. Primary package, secondary package, transportation packaging or final package. Next, labeling. Label is a part on the cover of the product which will divert its name, contents, ownership, expiry date, manufacturing date, expiry. Labeling ഉൾക്കൊള്ളുക ഉൽപ്പന്നത്തിന്റെ പേര്, എന്താണ് അതിന്റെ കണ്ടന്റ്, ഓണർഷിപ്പ്, എക്സ്പയറി ഡേറ്റ്, എക്സെട്ര. നെക്സ്റ്റ്, പ്രൈസിംഗ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിംഗ് ഡിസിഷൻസ്. വിലയെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ. പ്രൈസ് ഇസ് ദി എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ടേംസ് ഓഫ് മണി. പൈസ എന്ന് പറയുന്നത് പണത്തിന്റെ രൂപത്തിൽ സാധനങ്ങളും സേവനങ്ങളും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഒരു വാല്യൂ കണക്കാക്കുന്നു. Factors affecting pricing decisions are as follows. First one, cost. Higher cost, higher the price. Lower the cost, lower the price. Next, demand. Demand-നനുസരിച്ച് വസ്തുവിന്റെ വില നിശ്ചയിക്കുന്നു. Next, competition. മത്സരം. Fourth one, marketing objectives. A firm may have different marketing objectives. വിപണനത്തിന്റെ ലക്ഷ്യങ്ങൾ. ഒരു സ്ഥാപനത്തിന് പലതരത്തിലുള്ള വിപണന ലക്ഷ്യങ്ങളുണ്ട്. ഒബ്ജക്റ്റീവ്സ് പ്രധാനപ്പെട്ട സച്ച് ആസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മാക്സിമം ലാഭം ഉണ്ടാക്കുക. അതുപോലെ മാക്സിമൈസേഷൻ ഓഫ് സെയിൽസ്, വിൽപ്പന പരമാവധി വർദ്ധിപ്പിക്കുക. ബിഗ്ഗർ മാർക്കറ്റ് ഷെയർ, സർവൈവൽ ഇൻ ദി മാർക്കറ്റ് ആൻഡ് സോ ഓൺ. നെക്സ്റ്റ്, ഗവൺമെന്റ് റെഗുലേഷൻ. Prices of some essential products are regulated by the government under the Essential Commodities Act. Government regulation. Prices of some essential products are regulated by the government under the Essential Commodities Act പ്രകാരമായിരിക്കും ചില അത്യാവശ്യ വസ്തുക്കൾക്ക് ഗവൺമെന്റ് വില നിശ്ചയിക്കുക. ഇനി മെത്തേഡ്സ് ഓഫ് പ്രൈസ് ഫിക്സേഷൻ. എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക? കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, അതായത് മൊത്തത്തിൽ ചെലവിനെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ എത്ര ചെലവായോ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രൈസിങ്. നെക്സ്റ്റ്, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്, അതായത് ഒരു ഉൽപ്പന്നം തന്നെ പല ബ്രാൻഡിലായിട്ട് മാർക്കറ്റിൽ വരുമ്പോൾ അതിന് കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പോൾ കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൈസിങ്. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്, ഒബ്ജക്റ്റീവ് ബേസ്ഡ് പ്രൈസിങ്. ഇങ്ങനെ 4 തരത്തിലുള്ള മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്. ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. It has been also defined as a distribution channel consists of the set of people and firms involved in the transfer of title to a product as the product moves from producer to ultimate consumer or business user. അതായത് ഉൽപാദകനിൽ നിന്ന് അന്തിമ ഉപഭോക്താവിലേക്ക്, ഏറ്റവും ലാസ്റ്റ് ഉപഭോഗം ചെയ്യുന്ന ഉപഭോക്താവിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് യൂസറിലേക്ക് ഉൽപ്പന്നം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ചാനൽ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് മാറി ഇത് ഫുള്ള് ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടുന്നു. പ്രൈമറി എ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പെർഫോംസ് ദി ഫോളോയിങ്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പ്രധാനമായും താഴെ പറയുന്നത് ഫംഗ്ഷനുകൾ ഉൾപ്പെടുന്നു, ധർമ്മങ്ങൾ. ഫസ്റ്റ് വൺ, it helps in establishing a regular contact with the customer and provides them the necessary information relating to the goods. Helps in establishing a regular contact with the customers-ആയിട്ട് regular contact ഉണ്ടാകും. It provides a facility for inspection of goods by the consumers. Facility for inspection of goods by the consumers at a convenient point to make their choice. അവർക്ക് ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങളുടെ ഇൻസ്പെക്ഷൻ സൗകര്യപ്രദമായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയും. 3. It facilitates transfer of ownership as well as the delivery of goods. വസ്തുവിന്റെ ഉൽപ്പന്നത്തിന്റെ അവകാശത്തോടൊപ്പം തന്നെ ഡെലിവറി ഓഫ് ഗുഡ്സിന്റെ മാറ്റവും ഉണ്ടാവും. It helps in financing by giving credit facility. It assists the provision of after sales service. വിൽപ്പനാന്തര സേവനവും പ്രൊവൈഡ് ചെയ്യുന്നു. It assumes all risks connected with the carrying out the distribution function. Next, types of channel distribution. പലതരത്തിലുള്ള channel distributions. There are first one, zero stage channel distribution. Zero stage distribution channel exists where there is direct sale of goods by the producer to the consumer. ഈ സീറോ സ്റ്റേജിൽ വരിക ആകെ രണ്ട് ട്രാൻസാക്ഷൻ വരുന്നുള്ളൂ. അതിൽ മാനുഫാക്ചറും കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ. മാനുഫാക്ചറിൽ നിന്ന് നേരിട്ട് കസ്റ്റമറിലേക്ക്, അതായത് അതിനകത്ത് മിഡിൽ വർക്കേഴ്സ് ഉണ്ടാവുന്നില്ല. വൺ സ്റ്റേജ് ചാനൽ ഡിസ്ട്രിബ്യൂഷനിൽ there are 3
factors, അതായത് manufacturer, retailer and customer. Between the manufacturer and consumer there is a retailer, അതായത് കൺസ്യൂമറിനും മാനുഫാക്ചറിനും ഇടയിൽ retailer കൂടി വർക്ക് ചെയ്യുന്നു. Next, two-stage channel distribution. അതായത് between the manufacturer and consumer there are two stages, wholesaler and retailer. First manufacturer, then send to wholesaler, wholesaler to retailer, retailer to ultimate customer or consumer. Next is three-stage channel of distribution. Manufacturer then agent after wholesaler, then retailer, and last one consumer. Next, factors affecting the choice of distribution channel. എന്തെല്ലാം ഘടകങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ ചോയ്സ് ചെയ്യാനുണ്ടാവും? നേച്ചർ ഓഫ് മാർക്കറ്റിംഗിന്റെ സ്വഭാവം, ഉൽപ്പന്നത്തിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്, നേച്ചർ ഓഫ് ദി കമ്പനി ആൻഡ് മിഡിൽമാൻ കൺസിഡറേഷൻ. ഇഫ് റൈറ്റ് കൈൻഡ് ഓഫ് മിഡിൽമാൻ ഹാവിംഗ് ദി നെസസറി എക്സ്പീരിയൻസ്, contacts, financial strength, integrity are available, they are using preferred as they can ensure success of newly introduced products. Promotion refers to the process of informing and persuading the consumers to buy certain products. The main objective of promotion is to seek buyers' attention towards the product with a view to arouse his interest in the product, inform him about its availability, and inform him as to how is it different from others. Next, promotion mix. Advertising. It is paid form of non-personal communication through different media about a product idea, a service or an organization by an identified sponsor. Advertising, അതായത് പരസ്യം. Next, publicity. This is a non-paid process of generating wide range of communication to contribute a favorable attitude towards the product and the organization. Then personal selling. Use of salesperson to persuade the buyers to act favorably and buy the product. Fourth one, sales promotion. This refers to the short-term and temporary incentives to purchaser or induce trials of new goods. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സിൽ ഉണ്ടാവുക. ഫസ്റ്റ് മാർക്കറ്റിംഗ് മിക്സിൽ 4 P's, അതായത് പ്രൊഡക്ട്സ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതുപോലെ തന്നെ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട്, പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ട് പ്ലേസ്, പ്രൊമോഷൻ. നെക്സ്റ്റ്, പ്രൊഡക്ട്സിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു യൂസസിൻ്റെ ബേസിൽ, ഡ്യൂറബിലിറ്റിയുടെ ബേസിൽ, ടാൻജിബിലിറ്റിയുടെ ബേസിൽ. യൂസസിൻ്റെ ബേസിൽ കൺസ്യൂമർ ഗുഡ്സ് എന്നും ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്നും തരംതിരിക്കുന്നു. ടാൻജിബിലിറ്റിയുടെ ബേസിൽ ടാൻജിബിൾ ഗുഡ്സ് എന്നും നോൺ ടാൻജിബിൾ എന്നും അല്ലെങ്കിൽ ഇൻടാൻജിബിൾ ഗുഡ്സ് എന്നും. ബേസ്ഡ് ഓൺ ഡ്യൂറബിലിറ്റി, ഡ്യൂറബിൾ ഗുഡ്സ് ഓറും നോൺ ഡ്യൂറബിൾ ഗുഡ്സും. ലൈക്ക് ദാറ്റ് പ്രൊഡക്ട്സിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുക ബ്രാൻഡിങ്, പാക്കേജിങ്, ലേബലിംഗ്. ഇനി എന്തെല്ലാം ഘടകങ്ങളാണ് പ്രൈസിങ് ആൻഡ് പ്രൈസിങ് ഡിസിഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? കോസ്റ്റ്, ഡിമാൻഡ്, കോമ്പറ്റീഷൻ, മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഗവൺമെന്റ് റെഗുലേഷൻ, എക്സെട്ര. ഇനി എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക? മെത്തേഡ്സ് ഓഫ് പ്രൈസ് ഫിക്സേഷൻ. കോസ്റ്റ് ബേസിൽ പ്രൈസ് ഫിക്സ് ചെയ്യാം, കോമ്പറ്റീഷൻ ബേസ്, ഡിമാൻഡ് ബേസ് ഓർ ഒബ്ജക്റ്റീവ് ബേസ്. നെക്സ്റ്റ്, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. There are 4 types of channel distribution. 0 stage, only there are manufacturer and consumer. 1 stage, manufacturer, retailer and consumer. 3 stage, manufacturer, wholesaler, retailer and consumer. 3rd stage, manufacturer, agent, wholesaler, retailer and consumer. Alternate factors affecting the choice of distribution channel: nature of market, nature of product, nature of the company, middleman consideration, etc. Next, promotion mix, advertising, publicity, personal selling and sales promotion.